മികച്ച നടി ഷംല നമുക്കൊപ്പം ഉണ്ട്. ശാന്തകുമാർ ഷംലയ്ക്കൊപ്പം ചേരുകയാണ്. ഷംല, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എന്തു തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. എങ്ങനെയാണ് ഈ സന്തോഷം ആസ്വദിക്കേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണിപ്പോൾ. അതും മികച്ച നടിമാരുടെ പട്ടികയിൽ ജ്യോതിർമയി അടക്കമുള്ളവർ, ദർശന അടക്കമുള്ളവർ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു മത്സരത്തിനായിട്ട്. അവരുടെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്ന ഷംല മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതൊരു വേറിട്ട സന്തോഷം തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ഇവരുടെ കൂടെ തന്നെയാണ് മത്സരിക്കുന്നതെന്ന് ഞാൻ ആ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ ന്യൂസിലൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ എല്ലാവരുടെയും പേര്. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പിയാണ് ഇവരുടെ കൂടെ ആണല്ലോ എന്നുള്ളത്. പിന്നെ റിസൾട്ട് വന്നപ്പം പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു വട്ടമെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ് കേരള സ്റ്റേറ്റ് അവാർഡ്. അത് കിട്ടിയപ്പം പറയാനറിയിക്കാത്ത സന്തോഷമുണ്ട്. ഇതിന് ശേഷം ഈ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ശേഷം വേറെ ചിത്രങ്ങൾ തേടി എത്തിയിട്ടുണ്ടോ ഷംലയെ? ഇനിയും കൂടുതൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എന്താണ് ഈ സിനിമ അഭിനയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കരിയർ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു സിനിമ വന്നിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. ഇനി വീണ്ടും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ക്യാരക്ടേഴ്സ്, തീർച്ചയായിട്ടും നല്ല സിനിമകൾ വന്നാൽ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. ഷംല, ഈ ഒരു ചിത്രത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഈ ചിത്രം കാണാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ഫെസ്റ്റിവലിന് ഞാനടക്കമുള്ള ആളുകൾ ക്യൂവിൽ നിന്നെങ്കിലും ക്യൂ അവിടെ എത്തിയപ്പോഴത്തേക്കും സിനിമ ഹൗസ്ഫുൾ ആവുമായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടില്ല. പലതവണ സിനിമ കാണാൻ ശ്രമിച്ചു, നടന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട് സത്യത്തിൽ. ഈ സിനിമ എപ്പോഴായിരിക്കും നമുക്ക് കാണാൻ അവസരം കിട്ടുക? അതുമായി ബന്ധപ്പെട്ട് ഷംലയ്ക്ക് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? സിനിമ ഒക്ടോബർ 10 റിലീസ് ആയിരുന്നു. ഇനി എങ്ങനെയാണ് അതിൻ്റെ എന്നറിയില്ല. പ്രൊസീജിയേഴ്സ് OTT ഒക്കെ എപ്പോഴാണ് വരാമെന്നറിയില്ല. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. സിനിമയുടെ ഒരു സെറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? എത്രത്തോളം സപ്പോർട്ടിംഗ് ആയിരുന്നു? ഈ കഥാപാത്രമാകാൻ ആരൊക്കെയാണ് ശരിക്കും സഹായിച്ചത് അവിടെ? സിനിമേൻ്റെ ഞങ്ങളുടെ ക്രൂ എന്ന് പറഞ്ഞാൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ക്രൂ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് സിനിമ നല്ലപോലെ ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ ഉമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ മോള് ചെറുതായിരുന്നെങ്കിൽ കൂടി എനിക്ക് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാരക്ടറിലേക്ക് കൂടുതൽ ഞാൻ ആ സമയത്ത് ഈ കഥ വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലായി. ആ ക്യാരക്ടറിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പം ക്യാരക്ടറിലേക്ക് വരാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ചത് നമ്മുടെ കുമാർ സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടറാണ് എൻ്റെ ഹസ്ബൻഡായിട്ട്, അഷ്റഫായിട്ട് അഭിനയിച്ചത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ആക്ടറാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞു തരും. ഇനി നമുക്ക് അങ്ങോട്ട് തിരുത്താൻ കുമാർ ചേട്ടൻ ഇങ്ങനെയല്ല, നമുക്ക് വേറെ ഒരു രീതിയിൽ ഡയലോഗ് ചെയ്താലോന്നോ. ഫാസിലിനോടും അതുപോലെ ഭയങ്കര സ്വാതന്ത്ര്യം തന്നിട്ടുള്ളൊരു ഡയറക്ടറാണ്. ഫാസിലും എപ്പോഴും നമുക്ക് എന്തും പറയാം. ഒരു സീൻ വന്നാൽ അതിങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ സിനിമയിൽ ഒരുപോലെ ചെയ്യാൻ പറ്റിയത്. ഷംല, ഇതിൽ പ്രകാശ് രാജ് അടക്കമുള്ളവർ താങ്കൾ ആദ്യമായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത് എന്നുള്ളത് അവരെടുത്തു ചോദിച്ചു എന്ന് പറഞ്ഞു. ഇത് ആദ്യത്തെ ചിത്രമാണോ അവരുടെ എന്ന് എടുത്തു ചോദിച്ചു എന്നാണ് പറയുന്നത്. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അഭിനയ രംഗത്ത് മുൻ പരിചയങ്ങൾ ഉണ്ടോ? സ്കൂൾ കോളേജ് തലത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കലാമത്സരങ്ങൾക്കോ ഇതുപോലെ നാടകം, അഭിനയം അത്തരം ഇതിലേക്ക് പോയിട്ടുണ്ടോ? അത്തരം എക്സ്പീരിയൻസ് ഉണ്ടോ ഷംലയ്ക്ക്? സ്കൂളിൽ നാടകം അങ്ങനത്തെ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രകാശ് രാജ് സാർ അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. എൻ്റെ ആദ്യത്തെ സിനിമ 1001 നുണകൾ. പക്ഷേ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് ഒരു മെയിൻ ലീഡ് റോളായിട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ സിനിമ ഫെമിനിച്ചി ഫാത്തിമയാണ്. എൻ്റെ ആദ്യത്തെ സിനിമയിലത്തെ ഒരു കൂട്ടായ്മയാണ് എന്നെ ഈ സിനിമയിലേക്ക് എത്തിച്ചത്. അതായത് 1001 നുണകളിലെ ഡയറക്ടർ, പിന്നെ എൻ്റെ കോ ആക്ടർ സുധീഷ്, പിന്നെ സ്പോട്ട് എഡിറ്റർ ഫാസിൽ, അത് മുഖേനയാണ് ഞാൻ ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് എത്തുന്നത്.
പിന്നെ ചെറുപ്പത്തിൽ നാടകത്തിലും ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് പാട്ടുകൾ അങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ ഉണ്ടായിരുന്നു. അഭിനയം എനിക്ക് തോന്നുന്നു എൻ്റെ ഉപ്പാൻ്റെന്നാണ്. എൻ്റെ ഉപ്പ ഒരു പഴയ നാടക നടനാണ്, ഒരു നല്ല പാട്ടുകാരനാണ്. ഹംസ തൃത്താല എന്നാണ് ഉപ്പാൻ്റെ പേര്. അപ്പം ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും എനിക്ക് അഭിനയത്തിനോടുള്ള ഒരു ഇത് ഉള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷംല, അവസാനമായിട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത്രയും മികച്ച ഒരു അവാർഡ് കിട്ടി മികച്ച നടിയായി നിൽക്കുകയാണ്. ഈ മൊമെന്റിൽ ആർക്കൊക്കെയാണ് നന്ദി പറയുന്നത്? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഈ സിനിമ, ഞങ്ങൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നു സിനിമ, ഇനി എല്ലാവരും OTT വരുമ്പം സിനിമ കാണണം. പിന്നെ എൻ്റെ ഫാമിലീനോടാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നന്ദി പറയാനുള്ളത്. എൻ്റെ ഉമ്മ, ഉപ്പ, ഹസ്ബൻഡ്, എൻ്റെ അളിയൻ, എൻ്റെ സിബ്ലിങ്സ് എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. കൂടാതെ ഈ സിനിമയിലെ എല്ലാവർക്കും, ഫാസിൽ, താമർ, സുധീഷ് കറിയ, കുമാർ, സുനിൽ, വിജി വിശ്വനാഥ്, പ്രസീദ, മിനി, ആഗ്നേയ്, മുസ്തഫ സർഗം, എല്ലാവരോടും എൻ്റെ ഒരുപാട് നന്ദി. ടീച്ചേഴ്സ്, എൻ്റെ ഉമ്മയായിട്ട് അഭിനയിച്ച ടീച്ചർ, പിന്നെ എല്ലാവരോടും, ഉണ്ണിയേട്ടൻ, ഇനി ഞാൻ പേര് പറയാൻ മറന്നോന്ന് എനിക്കറിയില്ല. ഈ സിനിമയിൽ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കൂടിയാണ് ഈ അവാർഡ്. നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയ എല്ലാ അവാർഡും നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. തീർച്ചയായും വളരെയധികം നന്ദി ഷംല, ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. അപ്പോൾ അവാർഡിൻ്റെ ഒരു സന്തോഷം അങ്ങോട്ട് അടിച്ചു പൊളിക്കുക, അത്ര തന്നെ.